ഞാനിപ്പോ പറയാൻ പോകുന്നത് പേരന്റിങ്ങിനെ കുറിച്ചാണ്. അപ്പൊ ഇത് പലർക്കും യഥാർത്ഥത്തിൽ എന്താണ്, എങ്ങനെയാണ് പേരന്റിങ് അല്ലെങ്കിൽ എന്താണ് സംഭവം എന്ന് ഒരു ഐഡിയ ഇല്ല. കാരണം അവർക്ക് പല സത്യങ്ങളും അറിയത്തില്ല. അപ്പം ചാണക്യൻ പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയായ മക്കളെ സുഹൃത്തുക്കളെ പോലെ കാണണം എന്നാണ് പറയുന്നത്. കാര്യം നമ്മൾ അങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും അവരുമായിട്ടുള്ള എല്ലാ വഴക്കുകളും അവിടെ നിൽക്കും. അതാണ് കൃത്യമായ രീതി. അവർ നമ്മളോട് തുറന്ന് സംസാരിക്കും. അതേസമയം നമ്മൾ അവരെ പിന്നെയും മക്കളായി തന്നെ കണ്ട് ഉപദേശിച്ചും വഴക്ക് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ബന്ധം വഷളാകത്തേ ഉള്ളൂ. അതേസമയം ആ ഒരു 18 വയസ്സ് വരെ നമുക്ക് വളർത്താം. ആ സമയത്ത് വഴക്ക് പറയുകയോ ശിക്ഷിക്കുകയോ ഒക്കെ ചെയ്യാം. ആ വളർത്തൽ കഴിയണം. പിന്നെ അവര് സ്വതന്ത്രരാണ്. പക്ഷെ നമ്മൾ അങ്ങനെ സമ്മതിക്കത്തില്ല. കാരണം പെൺകുട്ടി വേറൊരു മതത്തിൽപ്പെട്ട ഒരാളുമായിട്ടോ അല്ലെങ്കിൽ താഴ്ന്ന ജാതിയായിട്ടുള്ള ജാതിപ്പെട്ട ഒരാളായിട്ടോ സ്നേഹത്തിലായി കഴിഞ്ഞാൽ, അതിനുശേഷം അവൾ ഗർഭിണിയായി കഴിഞ്ഞാൽ, അങ്ങനെ ഗർഭിണിയാകുന്ന ഒരു ഭയം കൊണ്ടാണ് സ്വാതന്ത്ര്യം കൊടുക്കാത്തത്. പക്ഷെ ഇത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കും. മാനസിക പ്രശ്നങ്ങളിലേക്കും വഴക്കിലേക്കും ഒക്കെ നയിക്കും. അതേസമയം ആൺകുട്ടികൾക്ക് സ്വാതന്ത്ര്യം സ്വല്പം കൂടെ കൊടുക്കും, കുറച്ചുകൂടെ കൊടുക്കും. ചിലർ അതും കൊടുക്കാത്തവരും ഉണ്ട്. ഇപ്പൊ നമ്മൾ സുഹൃത്തായി മാറുമ്പോഴത്തേക്കും അവിടെ യഥാർത്ഥത്തിൽ അച്ഛനും മകളോ അല്ല അച്ഛനും മകനോ ഇല്ല, പിന്നെ സുഹൃത്തുക്കൾ മാത്രമേ ഉള്ളൂ. അതിന്റെ ആവശ്യമേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിലേക്ക് കിടക്കാം. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം. നമ്മളിപ്പം ചിന്തിക്കുക, പെട്ടെന്ന് സൃഷ്ടാവ് തീരുമാനിക്കുക, ഇനി മുതൽ പുരുഷൻ ഗർഭിണിയാകട്ടെ, സ്ത്രീ ഗർഭിണിയാകണ്ട. ഇത്രയും നാളായല്ലോ. മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് AI കാലമായി. ഇത്രയും മനുഷ്യൻ ഡെവലപ്പ് ചെയ്തു. ഒരു ഉദാഹരണ സഹിതം ഞാൻ പറയുന്നേ ഉള്ളൂ, ഒരു രസത്തിന്. അപ്പൊ പുരുഷനാണ് ഇനി മുതൽ ഗർഭിണിയാകേണ്ടത് എന്ന് തീരുമാനിച്ചു. അങ്ങനെ കംപ്ലീറ്റ് സിസ്റ്റം മാറ്റി എന്നിരിക്കുക. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഇപ്പം നീലകണ്ഠനായിട്ട് നടക്കുന്ന ആ ഒരു മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന് പറഞ്ഞ് നടക്കുന്ന ആൾക്കാരുണ്ടല്ലോ. കാര്യം രാത്രിയിൽ മദ്യപിക്കുന്നു, കറങ്ങി നടക്കുന്നു. ഇങ്ങനെയുള്ള ആളെ അച്ഛനും അമ്മയും എന്ത് പറയും? നീ നേരത്തെ വീട്ടിൽ കയറണം. കാര്യം സംഭവം എന്നാ? ഇനി ഗർഭിണിയാകാൻ പോകുന്ന ഇവനാ, അല്ലെങ്കിൽ പ്രസവിക്കാൻ പോകുന്ന ഇവനാ. അപ്പൊ നേരത്തെ വീട്ടിൽ കയറാൻ പറയും. അത് പതുക്കെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ അപ്പം ഈ നീലകണ്ഠൻ ചോദിക്കും, ദേ അനിയത്തിയും ചേച്ചിയും കറങ്ങി നടക്കുക. അത് പെണ്ണുങ്ങളല്ലേ, അവര് കറങ്ങി നടക്കട്ടെ. നീയാണ് കുടുംബത്തിന് ഐശ്വര്യം. നീ ഇനി അങ്ങനെ എപ്പോഴൊന്നും പുറത്തു പോകേണ്ട ആവശ്യമില്ല എന്നേ പറയുള്ളൂ. പിന്നെ ദീപം എന്ന് പറഞ്ഞ ദീപം തെളിയിക്കുന്ന ആരായിരിക്കും? നീലകണ്ഠനായിരിക്കും. കാര്യം പിന്നെ അങ്ങനെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഇത് മുഴുവൻ ഈ ഗർഭമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രശ്നം കിടക്കുന്നത്. അല്ലാതെ ഇതിനകത്ത് യാതൊരു വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ആരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇപ്പം അങ്ങനെ ചിന്തിക്കുമ്പോഴത്തേക്കും അപ്പൊ പുറത്തു പോയി ഒരു അപകടം പറ്റുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം, അതിന് ഇന്നിപ്പോ ഈ ആധുനിക ലോകമാണ്. പോലീസ് സംവിധാനം എല്ലാം ഉണ്ട്. തീരെ ആരോഗ്യം കുറഞ്ഞ പുരുഷനും ഉണ്ട്. നമുക്ക് ആരോഗ്യം ഉണ്ടായാലല്ല 4 പേര് വന്ന് നമ്മൾ ആക്രമിച്ചാൽ നമ്മൾ പ്രശ്നത്തിലാവുകയുള്ളൂ. അപ്പൊ ഇതിനെല്ലാം സംവിധാനമുണ്ട്, ഓൾറെഡി സിസ്റ്റം ആയി കഴിഞ്ഞു. അപ്പൊ നമ്മള് ഇങ്ങനെ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം വരുന്നത്. അത് വരുന്നതുകൊണ്ടാണ്, അങ്ങനെ ഒരു പ്രശ്നം വരുന്നത് കൊണ്ടാണ് സ്വാതന്ത്ര്യം സ്ത്രീക്ക് കൊടുക്കത്തില്ല. പിന്നെ വേറൊരു കാര്യം, ശരിക്കും ഞാൻ പറഞ്ഞത് ഇതിന്റെ യഥാർത്ഥ സത്യം നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഈ പുരുഷൻ ശരിക്കും ജിപ്സിയാണ്. ഈ കല്യാണം എന്ന സംവിധാനം വന്നിട്ട് അധികം വർഷമായില്ല. കല്യാണം വന്നേ പിന്നെ ട്രെയിൻ ചെയ്തെടുത്താണ് പുരുഷനെ. അല്ലെങ്കിൽ പുരുഷന് കുഞ്ഞിനെ നോക്കുന്ന പരിപാടിയില്ല. കുഞ്ഞിനെ വളർത്തുന്നത് സ്ത്രീയാണ്. അപ്പൊ അമ്മയാണ് കുഞ്ഞിനെ വളർത്തുന്നത്. ആ പഴയ കാലത്ത് വളർത്തുക എന്ന് പറഞ്ഞാല് വലിയ പാടൊന്നുമില്ല. അത്യാവശ്യം നീന്ത് പഠിപ്പിക്കും, പിന്നെ മരത്തെ കയറാൻ പഠിപ്പിക്കും, കൃഷി പഠിപ്പിക്കും, അങ്ങനെയൊക്കെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉള്ളൂ. ചെറിയ ഹണ്ടിങ്. മനുഷ്യന് അത്ര ശക്തമായ ഒരു ജീവിയല്ല. അതുകൊണ്ട് ഓടിച്ചിട്ട് പിടിച്ചുള്ള ഹണ്ടിങ് ഒന്നും കുറച്ചു പേർക്കേ പറ്റുള്ളൂ. അത് പിന്നെ
ട്രാപ്പ് വെച്ചൊക്കെയാണ് ഓരോ ജീവികളെ പിടിക്കുകയൊക്കെ ചെയ്യുള്ളൂ. അങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പം അമ്മയ്ക്കാണ് ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം. അപ്പം അമ്മ കുഞ്ഞിനെ വളർത്തുക ചെയ്യുന്നത്, അച്ഛൻ ആ ജോലിയില്ല. അതുകൊണ്ടാണ് ഇന്നും ആണുങ്ങൾക്ക് കുഞ്ഞുങ്ങളെ ഒത്തിരി എടുത്തോണ്ട് നടക്കുന്നതൊക്കെ പെണ്ണുങ്ങളായിരിക്കും, അമ്മമാരായിരിക്കും. ഞാൻ ഉദാഹരണം പറഞ്ഞ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ സിനിമയ്ക്ക് പോയായിരുന്നു. അപ്പൊ സിനിമ കഴിഞ്ഞപ്പോഴത്തേക്ക് സെക്കൻഡ് ഷോ ആയി കഴിഞ്ഞു. ഉണ്ണിക്കുട്ടന് ഭയങ്കര ഉറക്കമാണ്. അപ്പം മിക്കവാറും ദീപയുടെ മടിയിലായിരുന്നു ഉറങ്ങുന്നേ ഇരിക്കുന്നതൊക്കെ സിനിമ നടക്കുന്ന സമയത്തും. അപ്പൊ ചില കഴിഞ്ഞപ്പോ ഞാൻ നടന്നോട്ടെ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവള് പിന്നെ എടുത്തോണ്ട് പോകും, നടക്കുക പുറത്തേക്ക് ഇറങ്ങാനായിട്ട്, വണ്ടിയുടെ അവിടം വരെ എടുത്തോണ്ട് പോകും. അപ്പൊ ഞാൻ അവൻ നടന്നോളൂല്ലോ, അവനിപ്പോ ഒരു 3 വയസ്സായി. അപ്പോഴും ഈ അമ്മയ്ക്ക് അങ്ങനെയാണ്, അമ്മയുടെ മൈൻഡ് അങ്ങനെയാണ്. അത് അതേസമയം പുരുഷനെ ട്രെയിൻ ചെയ്തിരിക്കുകയാണ്, കല്യാണത്തിലൂടെ വന്നിട്ട് ആ ഒരു സംവിധാനത്തിലൂടെ വന്നിട്ട് ട്രെയിൻഡ് ആണ്. എന്ന് പറഞ്ഞാല് ഒരു സിംഹം ഇതിനെ സർക്കസ് കളിപ്പിക്കുന്ന പോലെ. അപ്പം ട്രെയിൻ ചെയ്ത സിംഹമാണ് സർക്കസ് കളിക്കുന്നത്. യഥാർത്ഥ സിംഹം എന്ന് പറഞ്ഞാൽ സർക്കസ് കളിക്കാൻ പോകത്തില്ല. എന്ന് പറഞ്ഞ പോലെ പുരുഷനെ ട്രെയിൻ ചെയ്തിരിക്കുക. ഇങ്ങനെ കുടുംബമായി, കുടുംബത്തിൽ വന്നു, കുടുംബം വന്നു, കുഞ്ഞുങ്ങളെ നോക്കണം, അങ്ങനെ ട്രെയിൻ ചെയ്ത്, നാച്ചുറൽ അല്ല സംഭവം. അപ്പം നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം, ഈ അൺനാച്ചുറലും മനസ്സിലാക്കണം, ഈ നമ്മളുടെ ചിന്താ രീതിയും മനസ്സിലാക്കണം. അപ്പൊ നല്ലൊരു പേരന്റ് ആകണമെങ്കിൽ സ്വാതന്ത്ര്യം കൊടുത്തേ പറ്റുള്ളൂ. സ്വാതന്ത്ര്യം കൊടുത്തു കഴിയുമ്പോഴത്തേക്കും ഈ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുക്കും. അതൊരു യഥാർത്ഥത്തിൽ പ്രശ്നമല്ല. കാരണം നമ്മൾ അവരെ ട്രെയിൻ ചെയ്താൽ മതി. നമ്മൾ അവരെ പറഞ്ഞു മനസ്സിലാക്കണം, ഇതിന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളും അതിന്റെ അപകടങ്ങളും ഒക്കെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് അച്ഛനോ അമ്മേനോ രീതിയിൽ. യഥാർത്ഥത്തിൽ ഒരു ഫ്രണ്ടായി മാറുക, തുറന്ന് സംസാരിക്കുക. അങ്ങനെ സംസാരിക്കുമ്പോഴേ ഉള്ളൂ കുട്ടികൾക്കും ഇത് മനസ്സിലാകത്തുള്ളൂ. അവർക്ക് നല്ല ലൈഫും അവർക്ക് നല്ല ആരോഗ്യമുള്ള മനസ്സും ഉണ്ടാവും. അല്ലെങ്കിൽ എപ്പോഴും വഴക്കായിരിക്കും, സ്വാതന്ത്ര്യം കൊടുക്കുന്നില്ലല്ലോ അതിന്റെ പുറത്ത്. അപ്പൊ നിങ്ങള് കൃത്യമായിട്ട് ഇങ്ങനെയുള്ള എല്ലാ വശങ്ങളും മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ധാരണയാവും എങ്ങനെയാണ് നമ്മൾ ജീവിക്കേണ്ടത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ പുരുഷൻ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് സ്ത്രീ ഇങ്ങനെ പെരുമാറുന്നത്, ഇതെല്ലാം നമുക്ക് മനസ്സിലാകണം. അങ്ങനെ മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും ലൈഫ് ഭയങ്കര എളുപ്പമാവും, ഈസി ആവും, ഒരു അണ്ടർസ്റ്റാൻഡിങ് ആവും. ഓക്കെ.